സാഹചര്യത്തിനനുസരിച്ചുകൊണ്ട് നിങ്ങളോടത് പറയാതിരിക്കാൻ കഴിയാത്ത വിഷമത്തോടു കൂടി തന്നെയാണ് നിങ്ങൾ അറിയിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ പിന്നെ വേറെ അവിടെ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് നമ്മളെ പറഞ്ഞതല്ലാതെ വേറെ അതിനിത്ര പൈസ അതിനിത്ര പൈസ ഒന്നും പറയില്ല. ഞാൻ പറയണത് ഞങ്ങൾ പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. നിങ്ങളുടെ അവിടെയുള്ള സിയാറത്തുകളും അനുവദിക്കപ്പെട്ട സിയാറത്തുകളും അഡീഷണലായിട്ട് വേറെ പോകേണ്ടി വന്നാൽ നിങ്ങൾക്ക് അത് ഇന്നോടത്ത് പോകണം എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ മക്ക മദീന അതുപോലെ തന്നെ തൊക്കലിലെ എല്ലാ കാര്യങ്ങളും സിയാറത്തുകളും മക്കയിലും മദീനയിലുമുള്ള എല്ലാ അവിടുത്തെ സിയാറത്തുകൾ ബാക്കിയുള്ളതൊക്കെ ഇതിൽ പെടും. അറിവ് പറഞ്ഞോണം, അതായത് തന്നെ പറഞ്ഞോണം. അറിവ് നമ്മളിതിൽ വരില്ല. അറിവ് നിർബന്ധമായിട്ട് അറിവുണ്ടാവില്ല. കാരണം മദീനക്കാരായി താമസിച്ചിട്ട് അവിടെ നിന്നാണ് അതിന് ഇറങ്ങിയത് വരുന്നതുകൊണ്ട് നിർബന്ധമായിട്ട് അറിവില്ല. പിന്നെ അറുക്കേണ്ട ആളുകൾക്ക് പുതിയത്ത് അറുക്കാം. പിന്നെ ഒക്കെ അവനവൻ്റെ സൗകര്യമായിരിക്കാണ്. പക്ഷെ അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു തരും ഇൻഷാ അല്ലാഹ്. വേറെ ഞാനൊന്നും കൂടി പറയാം, കാരണം എന്താ വെച്ചാൽ ഈ കാര്യങ്ങളൊന്നും കൂടി ഉസ്താദ് അടിവാരായിട്ട് പറയും ഇൻഷാ അല്ലാഹ്. ക്ലാസ് കഴിയുന്നതിന് മുമ്പ് എല്ലാവരും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ കുറേ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേൾക്കാത്ത ആളുകളുണ്ടാവും, കേട്ട ആളുകളുണ്ടാവും. അപ്പോൾ ഒന്നുകൂടി പറയാണ് ഇൻഷാ അല്ലാഹ്. നമ്മുടെ എല്ലാ രേഖകളും അൽഹംദുലില്ലാഹ് വിസയൊക്കെ അടിച്ചിട്ട് ഒരു മാസമായി, ഒരു മാസത്തിലധികമായില്ലേ? എങ്ങനെ ഞാൻ ഒന്നുകൂടി വരാം. അപ്പോൾ പിന്നെ വിസ അടിച്ചു, ടിക്കറ്റ് കൺഫേം ആണ്. 25-ാം തീയതി യാത്രയാണ്. 6:30 മണിക്ക് കോഴിക്കോട് എയർപോർട്ടിൽ നിന്നാണ് യാത്ര. അപ്പോൾ അതിൽ ഇവിടുന്ന് ബസ് ഉണ്ടാവും. അല്ല നേരിട്ട് വരുന്ന ആളുകൾ അറിയിച്ചു കഴിഞ്ഞാൽ നോലൊക്കെ ആക്കണ്ടല്ലോ. അപ്പോൾ അത് അറിയിക്കണം, ഞങ്ങളുടെ എയർപോർട്ടിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഒരു 4 മണിക്കൂർ മുമ്പെങ്കിലും അങ്ങനെ വരുന്ന ആളുകൾ എത്തണം. പിന്നെ ഇവിടുന്ന് ഒരു 12 മണിക്കാണ് പുറപ്പെടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നേരത്ത് ചോർഗത്തുനിന്ന് വന്നാൽ അൽഹംദുലില്ലാഹ് നമുക്ക് ഇവിടെ യാത്ര. ഇനിയിപ്പോൾ എന്തായാലും ചോറിഞ്ഞ് വഴിയിലൊന്നും അറിഞ്ഞത് അതിനൊരു മണിക്കൂർ നിസ്കാരം ബാക്കിയുള്ള കാര്യങ്ങളും പിന്നെ അതിൻ്റെ ഡിലേ ആവും. ഒരു 11:30 ആകുമ്പോഴേക്കും എല്ലാവരും റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 12 മണിക്കാണ് ഇവിടുന്ന് ബസ് എടുത്താൽ 6 മണിക്കല്ലേ നമുക്കൊരു 2 മണിക്കൂറോടെ എയർപോർട്ടിലെത്താം. ഒരു 4 മണിക്കൂർ മുമ്പ് അവിടെ എത്തണം. ബാക്കി രേഖകളൊക്കെ അൽഹംദുലില്ലാഹ് വലിയ രീതിയിൽ ഉള്ള ഒരു പ്രയാസങ്ങൾ ഈ വർഷം സർക്കാർ ഏർപ്പെടുത്തിയിരുന്നു. മെഡിക്കൽ ചെക്കപ്പൊക്കെ ഒരു വലിയ ഇതായിരുന്നു. അവിടെ പല രീതിയിലും പല വിഷമങ്ങളുണ്ടായിരുന്നു. 65 വയസ്സായ ആളുകൾക്ക് വേറൊരു വാക്സിൻ, അതിൻ്റെ ഒരു സീല്, അതിൻ്റെ സ്റ്റിക്കർ. അപ്പോൾ ഇതൊക്കെ എന്തായാലും ഇരു സർക്കാരുകളും പറയുന്ന രീതിയിലുള്ള ഡോക്യുമെന്റേഷൻ നിർബന്ധമാണ്. അതിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണ്. എന്തായാലും പരമാവധി ഒക്കെ നമ്മുടെ ആളുകളും ഓഫീസുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആ സൗകര്യങ്ങളൊക്കെ ചെയ്ത് തന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇവിടെ അങ്ങോട്ടും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഈ വർഷം ഏറ്റവും നല്ല താമസ സൗകര്യം അതുപോലെ തന്നെ മുത്തോഫ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതുവരെ കാര്യങ്ങളൊക്കെ അൽഹംദുലില്ലാഹ് ഓക്കെയാണ്. ഇത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ പൂർത്തിയാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ്സിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിൻ്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നതിന് വേണ്ടി ഉസ്മാൻ ഫൈസി ചീഫ് അമീർ ഒരുപാട് വർഷങ്ങളായി അദ്ദേഹത്തിൻ്റെ സേവനം നമുക്കറിയാം. എല്ലാ മാസവും ഉംറ പോകുന്നു. ഇത് ഈ കഴിഞ്ഞ ഒരു ഹജ്ജ് കഴിഞ്ഞ് ഈ ഒരു വർഷവും ഫുള്ളായിട്ട് ഓരോ മാസത്തിലും ഉംറ ഗ്രൂപ്പ് കൊണ്ടുപോകാൻ കഴിഞ്ഞു. ഇതൊക്കെ നേതൃത്വം കൊടുക്കുന്ന വർഷങ്ങളായിട്ട് നമ്മുടെ ചീഫ് അമീറായി സേവനം ചെയ്യുന്ന അദ്ദേഹത്തിന് ആരോഗ്യത്തോടു കൂടിയ ദീർഘായുസ്സ് അല്ലാഹു നൽകട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ വളരെ ക്ഷണിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി ഈ നജാത്തിൻ്റെ ഹജ്ജ് പഠന ക്ലാസ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഇന്ത്യജിക്കോയ തങ്ങളെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. വാഹദ് ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين من الله أما بعد. قال الله تعالى في القرآن المجيد إن أكرمكم عند الله أتقاكم. صدق الله مولانا العلي العظيم. وقال حبيبنا رسول الله صلى الله عليه وسلم الحج عرفة. يا ربي بالمصطفى بلغ مقاصدنا
واغفر لنا ما مضى يا واسع الكرم يا خير من دفنت بالقاء عظمه فطاب من طيبهن القاء والحكم نفسي فداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم نبينا رسول الله صلى الله عليه وسلم. അള്ളാഹുവിൻ്റെ മഹത്തായ നിഅമത്ത് കൊണ്ട് അള്ളാഹു ഇഷ്ടപ്പെട്ട എല്ലാവരും ഇഷ്ടപ്പെട്ട ഒരു മഹത്തായ സൽക്രമത്തിലാണ് ഞാൻ നിങ്ങളുടെ ഈ സമയത്തുള്ളത്. ഇത് വലിയൊരു ഇബാദത്താണെന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് ഷഫീഉൽ വറ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നാവ് കൊണ്ട് അരുളിയതാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ക്ലാസിൻ്റെ ആദ്യം മുതൽ ഒടുക്കം വരെ ഹസനാത്ത് തന്നുകൊണ്ട്, ഹസനാത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗുണങ്ങൾ വാരിച്ചെരിഞ്ഞുകൊണ്ട്, ഒരുപാട് ഗുണങ്ങൾ വാരിച്ചെരിഞ്ഞാൽ ഇന്നൽ ഹസനാത്ത് യുദ്ഹിബിന സയ്യാത്ത് ഖുർആൻ പറയുന്നത്. നിങ്ങൾ അറിയാതെ നിങ്ങൾ ജീവിതത്തിൽ വന്നുപോയ പാവങ്ങളൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ അരിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്ന ആ കൂട്ടത്തിലുള്ള ഉൾപ്പെടുത്തി റാഹത്തിലാക്കുമാറാവട്ടെ. ഈ ക്ലാസ് ഗ്രഹിക്കാനും അത് മാനസികമായി മനസ്സിലാക്കി ഉൾക്കൊണ്ട് അതുമായി അമൽ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. നജാത്ത് ഹജ്ജ് ഗ്രൂപ്പ് ഈ ഒരു വാക്ക് കേൾക്കൽ തുടങ്ങിയത് ഒരുപാട് കാലം മുതൽ ഇത് കാതുകളിൽ കേൾക്കി തുടങ്ങിയ വല്ലാത്തൊരു നിഅമത്തിന്റെ വാക്കാണ്. ഒരുപാട് ആൾക്കാരെ ഹജ്ജ് ചെയ്തുകൊണ്ട്, ഹജ്ജ് ചെയ്യിപ്പിച്ചുകൊണ്ട് റാഹത്തോടു കൂടി ഇന്നവർ അൽഹംദുലില്ലാഹ് അതുമായി മാനസികമായി അനുഭൂതി അനുഭവിച്ചവരാണ്. ഉംറകൾ ഇൻഷാ അല്ലാഹ് ഒരു മാസത്തിൽ ഈ 1, 2 അല്ലെങ്കിലും അധികം 2 പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ 1 ഏതായാലും ഒരു മാസത്തിൽ ഉംറക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നത്തെ വരെ വലിയ പരാതികളോ വിഷമങ്ങളോ പ്രയാസങ്ങളോ ഒന്നും കാതിൽ കേട്ടിട്ടില്ല. അത് പലവട്ടം അനുഭവിച്ചറിഞ്ഞവനാണ് ഞാൻ. ഹജ്ജിന് പോയിട്ടും പിന്നെ ഉംറകൾക്ക് പോയിട്ടുമായി ഈ നജാത്തുമായി വലിയ അടുപ്പമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അൽഹംദുലില്ലാഹ് റബ്ബിന്റെ ഫദ്ല് കൊണ്ട് ഇതിന്റെ ഡയറക്ടറായ പ്രിയപ്പെട്ട ബഷീർ ഹാജി അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ജീവിതത്തിലും മഹത്തായിരിക്കുന്ന ഖിദ്മയിലൊക്കെ അല്ലാഹു എല്ലാവിധ ഖൈറും കൊടുത്ത് അല്ലാഹു സന്തോഷിപ്പിക്കുമാറാവട്ടെ. അവിടുത്തെ പൊന്നുമ്മ ഖബറിലാണ്. ആ ഉമ്മാനോട് കൂടെ ഹജ്ജ് ചെയ്തവനാണ് ഞാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പൊന്നുമ്മാന്റെ ഹജ്ജ് ഖബർ സ്വർഗ്ഗപൂന്തഭാഗ്യം അല്ലാഹു റാഹത്ത് കൊടുക്കുമാറാവട്ടെ. ഉപ്പ രോഗിയായ വീട്ടിലാണ്. ഒരുപാട് കാലം മക്കത്തിൽ നിന്ന് ഇതൊക്കെ നിയന്ത്രിച്ചിരുന്ന വ്യക്തിയാണ്. ഇപ്പൊ ശാരീരികമായ ഒരു സ്വസ്ഥതയുടെ വീട്ടിൽ വിശ്രമത്തിലാണ്. അള്ളാഹു ശിഫ കൊടുത്ത് റാഹത്തുള്ള സന്തോഷിപ്പിക്കുവാനാവട്ടെ. സുദീർഘമായി നീട്ടിക്കൊണ്ടു പോകുന്നില്ല, ക്ലാസ്സിലേക്ക് വരികയാണ്. ഒന്നേ എനിക്ക് പറയാനുള്ളൂ, യാത്ര രേഖകരമായ കാര്യങ്ങൾ, നിങ്ങൾ യാത്രക്ക് ആവശ്യമായ കാര്യങ്ങൾ, ഇതൊക്കെ നിജാത്ത് ഫായിദ ട്രാവൽസ് ചെയ്തു തരുന്നുണ്ട്. അതിലൊരു കുറവും ഇന്നത്തെ ആർക്കും വന്നിട്ടില്ല. പക്ഷെ ഈ അമൽ ചെയ്യേണ്ടവര് ഞാനും നിങ്ങളോ മനസ്സിലാക്കാൻ, ഇത് ചെയ്യേണ്ടവര് ഞാനും നിങ്ങളുമാണ്. ഹജ്ജ് ചെയ്യിപ്പിച്ച് കൊണ്ടുവരാന്നുള്ളത് ഒരു ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ഇന്ന രേഖ കൊണ്ട് എനിക്ക് ഇന്ന ബുദ്ധിമുട്ട് വന്നല്ലോ, ഇന്ന യാത്രയിൽ എനിക്ക് ഇന്ന വിഷമങ്ങൾ വന്നല്ലോ, എനിക്ക് ഇന്ന താമസ സൗകര്യത്തിന് ഇന്ന ബുദ്ധിമുട്ട് വന്നല്ലോ, എനിക്ക് ഭക്ഷണത്തിന് ഇന്ന വിഷയങ്ങൾ വന്നല്ലോ എന്നൊരു പരാതി കേൾക്കാൻ ഇതുവരെ അങ്ങനെ ഉണ്ടാവൂല ഇൻഷാ അല്ലാഹ്. ഒന്നാമത്തെ പരിചയസമ്പന്നം. ഇതിന് ഒരുപാട് സാമ്പത്തികമായിട്ട് കാര്യമില്ല, ഏറ്റവും ഇതിന് പരിചയസമ്പന്നമായ വിഷയങ്ങളാണ്. അതിൽ 1 നമ്പറാണ് എൻ്റെ പ്രിയപ്പെട്ട ഹബീബ് ഉസ്മാൻ ഫൈദി. അൽഹംദുലില്ലാഹ് അവിടുത്തെ ഇൽമിനും ജീവിതത്തിലും അല്ലാഹു എല്ലാവിധ ഖൈറും കൊടുക്കട്ടെ. തന്നെയാണ് നിങ്ങളുടെ കൂടെ ഞങ്ങളുടെ കുടുംബമായ ബഹുമാനപ്പെട്ട ആറ്റക്കോയ തങ്ങളുടെ ഭാര്യവരൊക്കെ നിങ്ങളുടെ കൂടെ വരുന്നുണ്ട്. സയ്യിദന്മാർ ആ കൊടുത്തിട്ടുണ്ടാകുന്ന പറഞ്ഞാൽ വലിയ നിഅമത്താണ്. ഹിജാബത്തോടു കൂടി നമ്മളൊക്കെ കൈമലർത്തുമ്പോൾ ഒരു സയ്യിദ് ഉണ്ടാകുമ്പോൾ അൽഹംദുലില്ലാഹ് അത് വലിയ ഇതിന് മാറ്റം കൂട്ടുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്. ഏതായാലും ഒന്ന് പറയാനുള്ളത്, നിങ്ങൾ പോകുന്നത് ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു അൻഹു അവിടുത്തെ റിയാദുസ് സ്വാലിഹീനിൽ പറഞ്ഞൊരു വാക്കുണ്ട്, ലികുല്ലി ഇംറിഇൻ മാ നവാ. എന്ത് ഉദ്ദേശിച്ചാണോ പോയെങ്കിൽ ആ ഉദ്ദേശം നിങ്ങൾ സാഫല്യമാണെന്നാണ്. ഇനി ഞാൻ തിരിച്ചു വന്നിട്ട് ഒരു ഹാജിനെ വിളിക്കണം, ഒരു ഹജ്ജമാനെ വിളിക്കണം എന്നൊരു നിയ്യത്താണെങ്കിൽ എൻ്റെ പൊന്നു ഹാജിമാരെ, ഈ യാത്ര വല്ല പ്രശ്നം അങ്ങനെ ശരിയാണ്. ഞാൻ ഇപ്പോൾ എനിക്ക് 10 സാമ്പത്തികമൊക്കെ ഉണ്ട്, ഞാൻ ജനങ്ങളിൽ വേണ്ടപ്പെട്ട ഒരാളാണ്, ഞാൻ പള്ളി കമ്മിറ്റിയുടെ അംഗമാണ്, ഞാൻ രാഷ്ട്രീയ രംഗത്ത് ഉഷാറിലാണ്. അപ്പോൾ ഇനി ഇന്ന എന്ത് വേണം, ഇന്ന മുഹമ്മദ് ഹാജിനെ വിളിക്കണം.
ഇന്ന അതുപോലെ തന്നെ അഷറഫാജി എന്ന് വിളിക്കണം, ഇന്ന പാത്തുമ്മ ഹജ്ജമ്മ എന്ന് വിളിക്കണം, ആയിഷ ഹജ്ജമ്മ എന്ന് വിളിക്കണം എന്നൊരു നീയത്താണെങ്കിൽ ഇത്ര ദൂരം ഇത്ര കാശ് ചെലവാക്കി പോയിട്ട് ഒരു കാര്യമല്ല. അതല്ല, ഇസ്ലാം കാര്യത്തിന്റെ 5ാമത്തെ ഫർദായ മനിസ്തത്താ ഇലൈഹി സബീല, അള്ളാഹു തന്ന നിഅമത്തിന്റെ കാശ്, അള്ളാഹു തന്ന ഈ നിഅമത്തിന്റെ ശരീരം, അള്ളാഹു തന്ന നിഅമത്തിന്റെ മനസ്സ്, ഇത് വെച്ചുകൊണ്ട് ഖാലിഖായ റബ്ബിനോട് നാളെ ഞാൻ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ മറുപടി പറയേണ്ടി വരും. എനിക്ക് തന്നെ അള്ളാഹ് എൻ്റെ നിഅമത്ത് തന്നിട്ടുണ്ട്, ശരീരത്തിന് യാതൊരു കുഴപ്പമില്ല, ചെറിയ ഷുഗറും പ്രഷറൊക്കെ ഉണ്ട്, അത് മനുഷ്യന് ഒപ്പുള്ള സാധനമാണ്, അല്ലാതെ എനിക്ക് യാതൊരു കുഴപ്പമില്ല, അതുകൊണ്ട് എനിക്കൊന്ന് ഞാൻ പോവേണ്ടവനാണ്. നീ ഞാൻ ഹജ്ജ് ചെയ്തിട്ടില്ലെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കപ്പെടും എന്ന കാര്യം ഉറപ്പാണ്. ഹജ്ജിന്റെ വകുപ്പ് തന്നെ ക്ലാസ്സിന്റെ മുമ്പിൽ പറയും, സാമ്പത്തികമുള്ള ഒരാള് എല്ലാ കഴിവൊലിക്കുണ്ട്, എല്ലാ റാഹത്താണ്, ഒരെണ്ണിച്ചു നോക്കുക. ഞാൻ കടം കൂടിയ നിങ്ങൾ നടക്കൂല. ആദ്യം സ്വത്ത് ഒരുക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ട എന്റെ വാപ്പാക്ക് നിരക്കണ്ട, എന്റെ വാപ്പ പോകാൻ സാധിച്ചില്ല, അതുകൊണ്ട് എന്റെ വാപ്പാക്ക് വേണ്ടി ഹജ്ജിന് വേണ്ടി പൈസ മാറ്റി വെക്കട്ടെ എന്ന് വിചാരിച്ച് ഇഷ്ടപ്പെട്ട ഒരാൾ ഹജ്ജിന് പറഞ്ഞേക്കണം. അതാ സ്വത്തിന് ആ ഓരി വെക്കുന്നതിന് ആദ്യത്തെ പരിപാടി. കടങ്ങൾ കൂട്ടണം. പിന്നെ മറ്റേ പാത്തമാക്ക് അത്ര ഈ മകനത്തെ മറ്റേ മറിച്ചൊക്കെ ഇസ്ലാമിന്റെ ഒപ്പം അങ്ങനെ പോകും. ഇത് അത്രയും കർശനമുള്ള സംഭവം ഈ ഹജ്ജ് എന്നുള്ളത്. നിങ്ങൾ പോകുന്നത് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. വല്ലാത്തൊരു ദിക്റാണ്, വല്ലാത്തൊരു ദിക്ർ. കാരണം അതുകൊണ്ട് വലിയ തെറ്റിക്കൊള്ളാൻ പറ്റില്ല. വല്ലാത്തൊരു ദിക്ർ. ആ ദിക്റിന്റെ ഫദ്ല് ഇന്ന് നേരം പെടുത്ത് മോന്തിയോടെ പെടുന്നു. അല്ലാഹുവേ എന്നെ വിളിച്ചു ഞാൻ വന്നു. നേർക്ക് നേരെ അതിന്റെ അടിമശീല അള്ളാഹുവേ ഈ എന്നെ വിളിച്ചു ഞാൻ വന്നു. അതൊക്കെ അറഫ മരുഭൂമിയിൽ വെച്ചിട്ട് ആ നട്ടുച്ച സമയം കഴിഞ്ഞിട്ടില്ലേ ആ ടെന്റിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടൊരു കൈമരത്തിന് വേണ്ട. ദുന്യാവിനിക്കിന് എന്താ വേണ്ടത്? 3 കഷ്ടം തുണി നമ്മളെ കാത്തിക്കണം, വേറെ നമുക്ക് ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ ചുരുക്കട്ടെ, ഇന്ന അക്രമക്കും ഇന്ദല്ലാഹി അത്ഖാക്കും. പോണത് ഹജ്ജിലായിരിക്കണം. അവിടെ പിന്നെ ഒരു കുരുട്ടില്ല, ഒരു ചിബറില്ല, ഒരു പേരില്ല, ഒരു പിന്നെ വാക്ക് തർക്കങ്ങളില്ല, പിന്നെ അവിടെ ഒരു മേൽമത്തരങ്ങളില്ല. അവിടെ ആ വന്ന മഹ്ലൂക്കീങ്ങളിലൊക്കെ ഒരാളായി എല്ലാവരും വന്നൊരു നീയത്തിനാണ്. ഒരാൾ ബോംബെക്കും, ഒരാൾ പിന്നെ മദ്രാസിലേക്കും, ഒരാൾ കൊച്ചിയിലേക്കും അല്ല വന്നത് ഒറ്റ ലക്ഷ്യമാണ്. പരിശുദ്ധമായ കഅബ, പരിശുദ്ധമായ അറഫ, പരിശുദ്ധമായ മിന, പരിശുദ്ധമായ മുസ്ദലിഫ, ഷഫീഉൽ വറ മുഹമ്മദ് മുസ്തഫ. ഈ ലക്ഷ്യമായിരിക്കണം. അതുകൊണ്ട് ചുരുക്കട്ടെ, ഞാൻ ആദ്യമായി പറയാൻ ദുആയിൽ ഒരാളായി ഞാൻ ഉണ്ടാവണം, എൻ്റെ കുടുംബം ഉണ്ടാവണം. ആദ്യം ഏൽപ്പിക്കാൻ അത് വല്ലാത്ത രഹമത്താണ്. ഉസ്താദും ഉസ്മാൻ ഫൈസി അല്ല ആയത്തായി ഒക്കെ ഞാൻ ഒപ്പം നിന്ന് അനുഭവിച്ച ആളാണ് ഞാൻ. അതുകൊണ്ട് വേർക്കുന്നതിനോട് കൂടെ ഒരു മേൽമത്തനം വേണ്ട. ഇന്റെ കൂടെ വരുന്നത് ഇന്റെ സഹോദരിയാണ്, ഉമ്മയാണ്, നീയത്തുണ്ടാവണം. ഇന്റെ കൂടെ വരുന്നത് ഇന്റെ മകളാണ്, അതുപോലെ തന്നെ ഇന്റെ ഉറ്റ പെങ്ങളാണ് എന്നുള്ള ഒരു നീയത്തുണ്ടാവണം. ഇന്റെ കൂടെ വരുന്നത് ഇന്റെ വാപ്പയാണ്, അല്ലെങ്കിൽ എന്റെ സഹോദരനാണ്, അല്ലെങ്കിൽ എന്റെ എളാപ്പയാണ് നീയത്തുണ്ടാവണം. സംഗതി തന്നെയാണ്. ഈ നീയത്തെ റാഹത്തോടു കൂടെ ആ കർമ്മങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ അൽഹംദുലില്ലാഹ് നിങ്ങൾ വരുന്നത് ഒരു കുഞ്ഞ് ഒരു ഉമ്മ ജന്മം നൽകുമ്പോൾ അതിൻ്റെ അനുഭവം ആദ്യത്തെ അവസ്ഥ എന്താണ്? യാതൊരു ദോഷങ്ങളും ഇല്ലാതെ നിഷ്കളങ്ക മനസ്സോടുകൂടെ ആ ദുന്യാവിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു പവർ പറയാണ്. അപ്പോഴും കേൾപ്പിക്കുന്നത് അല്ലാഹു അക്ബർ എന്ന ബാങ്കാണ്. അതുകൊണ്ട് നമ്മൾ പോകുന്നതും തന്നെ അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ് എന്ന ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കണം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് റാഹത്തോടു കൂടി ആഫിയത്ത് വേണം, തൗഫീഖും വേണം. ഒരു കാര്യം കൊണ്ടെത്തിയാൽ കഴിഞ്ഞു, അത് ട്രാവൽസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു കാര്യം കൊണ്ടെത്തി കഴിഞ്ഞു, അല്ലെങ്കിൽ കാര്യം വല്ലതും പറ്റിക്കഴിഞ്ഞു, അത് ട്രാവൽസ് ഒന്നും ചെയ്യാം. ട്രാവൽസ് വേഗം കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, അത് കെട്ടും മരുന്ന് നോക്കും. ഔദുബില്ല, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഒന്നുകൂടി പറയും അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, ഒന്നുകൂടി പറയും അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് റബ്ബിനോട് തൗഫീഖിന് വേണ്ടി നമ്മൾ ചോദിക്കാം, തൗഫീഖിന് വേണ്ടി ചോദിക്കണം അല്ലാഹുവിനോട്. പഠിച്ചവനെ എനിക്ക് യാതൊരു എനിക്കെന്നല്ലിട്ടില്ലേ,
ഞങ്ങൾക്കും ഞങ്ങളുടെ കൂടെ വരുന്ന ആൾക്കാർക്കും സന്തോഷത്തോടു കൂടെ റാഹത്തോടു കൂടെ ആത്മീയമായി നിന്നോടുള്ള സ്നേഹത്തോടു കൂടെ ഇബാദത്ത് ചെയ്ത് പോരാൻ ഹജ്ജ് ചെയ്ത് പോരാൻ ഞങ്ങൾ തൗഫീഖ് തരണേ എന്ന് റബ്ബിനോട് നമ്മൾ ദ്വാരക്കണം. ആ തൗഫീഖാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ നിഅമത്ത്. ഇൻഷാ അല്ലാഹ് അങ്ങനെ റാഹത്തോടെ പോയി സന്തോഷത്തോടെ പോയി ഹജ്ജ് ചെയ്ത് കുടുംബത്തിലേക്ക് തിരിച്ചെത്തണം. അള്ളാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ, അള്ളാഹു റാഹത്തിലാക്കുമാറാവട്ടെ. ഒരു പ്രയാസങ്ങളും ഇല്ല ഇൻഷാ അല്ലാഹ്. എന്തേ ദുആ ഒപ്പമുണ്ട്. ദുആ ഏറ്റവും വലിയതിൻ്റെ ദുആ, പിന്നെ മരുന്നും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിയ്യത്ത് കറക്റ്റ് ആണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു വിഷമത്തിൽ കൊടുത്തൂല. ട്രാവൽസിന്റെ കാര്യത്തിൽ അൽഹംദുലില്ലാഹ് സന്തോഷത്തിലാണ്. അവർ പറയുന്ന കാര്യം ഇന്നത്തെ ഗവൺമെന്റ് നിയമങ്ങളും കാര്യങ്ങളുമാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരു 20,000 രൂപ കാര്യങ്ങൾ അധികം വന്നു വെച്ചിട്ട് അതൊരു പ്രയാസപ്പുറങ്ങളുടെ ഒരു സംഗതിക്ക് പുറപ്പെട്ടാലേ അപ്പോൾ അങ്ങനെയൊക്കെ വന്നു നിൽക്കും. നമ്മളിപ്പോൾ ചിലപ്പോൾ നമ്മൾ ഒരു മാർക്കറ്റിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു യാത്രക്ക് പോകുമ്പോൾ അത് നമ്മൾ ടൂറ് പോകാൻ വിചാരിക്കാം. അപ്പോൾ നമ്മൾക്ക് ഞങ്ങളുടെ പൈസ നമുക്ക് വരാറില്ലേ? ഇതങ്ങനെയല്ല, ഇതൊരു വിവാദത്തിന് വേണ്ടി പോവാണ്. നമുക്ക് അൽഹംദുലില്ലാഹ് അതിനൊക്കെ 20,000 രൂപയല്ലേ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് അത് നല്ല മനസ്സോടെ കൊടുത്ത് ഇനി അത് ഒരങ്ങനെ പറഞ്ഞു ഒരിങ്ങനെ പറഞ്ഞു ഒരു അത്ര പറഞ്ഞു അവിടെ എത്ര ഉള്ളൂ എന്നൊന്നും ചിന്തിക്കരുത്. അങ്ങനെ പറഞ്ഞതിന് അറ്റല്ല. അപ്പോൾ പലതും കേൾക്കും. ചിലർ പറയും നിങ്ങൾ താമസിക്കുന്നവരെ ഞങ്ങൾ താമസം കേൾക്കണമെന്നൊക്കെ അതൊക്കെ അവിടുന്ന് കേൾക്കുന്നതാണ്. ഇത് കൂട്ടുകുടുംബം കേൾക്കണം. ഞങ്ങൾ താമസം ഞങ്ങൾക്ക് ആ സൗകര്യം ഈ സൗകര്യത്തിലല്ല സൗകര്യം നമ്മളെ കൂടിയില്ലേ. ഞമ്മക്ക് വേണ്ട എന്താ വിശ്രമിക്കാനൊക്കെ ഈ സമയ സ്ഥലം വേണം. നല്ല റാഹത്തായ ഒരു ഭക്ഷണം കിട്ടും. എന്ത് ഭക്ഷണം? അല്പം ഭക്ഷണം മന്തിയല്ല, എന്തെങ്കിലും ഭക്ഷണീയ ഭക്ഷണം കിട്ടും. റാഹത്തായി നമ്മൾ കാര്യങ്ങൾ നടക്കണം. ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ അതൊക്കെ റാഹത്തായി അവിടെ നടക്കും. ഇന്നത്തെ വരെ നടന്നിട്ടുണ്ട്. ഇനിയും അല്ലാഹു ഇൻഷാ അല്ലാഹ് നടത്തുന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് നല്ല മനസ്സോടുകൂടി റാഹത്തോടുകൂടി ഉത്സാഹത്തോടുകൂടി ഒരു ഉമ്മ പെറ്റ മക്കളെ പോലെ അത് പോയി ചെയ്തു പോയി അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള എല്ലാ ഖൈറും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. എന്നുകൂടി ദുആ ചെയ്തുകൊണ്ട് ദുആ വസിയത്തോടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽ ഹജ്ജു ലൈസ ലഹു മബ്റൂറുൻ ജസാഉൻ ഇല്ലൽ ജന്ന എന്ന മുത്തനബിന്റെ ഹദീസോടുകൂടെ ഈ മഹത്തായ ക്ലാസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ ചുരുക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ഗ്രൂപ്പിൽ ഉംറയിലും ഹജ്ജിലും ഒക്കെ അമീറായി വരുന്ന ബഹുമാനപ്പെട്ട മുജീബ് ഫൈസി നിങ്ങളുടെ ദുആ വസിയത്തിന് വേണ്ടി ഇൻഷാ അല്ലാഹ് 2 വാക്ക് സംസാരിക്കുന്നു. ആദരപൂർവ്വം അസ്സലാമു അലൈക്കും. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറ്റവും ബഹുമാനമുള്ള യോഗത്തിൻ്റെ അധ്യക്ഷൻ ചീഫ് അമീറുമായ ബഹുമാനപ്പെട്ട ഉസ്താദ് ഉസ്മാൻ ഫൈലി അവരുടെ നജാദ് ഹജ്ജിൻ്റെ പ്രിയപ്പെട്ട എം ഡി ബഷീർ ഹാജി, പ്രിയപ്പെട്ട സയ്യിദ് അവറുകൾ, ഹാഷിം തങ്ങൾ അടക്കമുള്ള പ്രിയപ്പെട്ട ഹാജിമാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ചെയ്ത ഹജ്ജുകളും ഉംറകളും അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. നമ്മുടെ ഉറ്റവർ ഉടയവർ പലരും നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുള്ള പരിശുദ്ധമായ ഭൂമിയിലെത്താൻ അല്ലാഹു അവർക്കും അതിനുള്ള തൗഫീഖ് നൽകട്ടെ. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. നിങ്ങളുടെ വിലപ്പെട്ട സമയമാണ്. ഞങ്ങൾക്ക് മനസ്സുകൊണ്ട് കഅബയെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ പരിശുദ്ധമായ ഭൂമിയിൽ എത്തുക എന്നുള്ളത് കൃത്യമായി എല്ലാ ദിവസവും 5 വക്ത് നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ ഖിബലയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുമ്പോൾ അവൻ ആ കഅബയെ ഓർക്കുകയാണ്, കാണുകയാണ്. ഈ തൻ്റെ നേത്രങ്ങളെ കൊണ്ട് അത് നേരിട്ട് കണ്ട് അള്ളാഹുവിനോട് തൻ്റെ പരാതികളും വിഷമങ്ങളും ആവശ്യങ്ങളും ഒക്കെ ചോദിക്കാനുള്ള ഭയങ്കരമായ അവസരം. അതുകൊണ്ട് തന്നെ അവിടെ എത്തുക എന്നുള്ളത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ പൈസ കൊടുത്തത് കൊണ്ടും ടിക്കറ്റ് എടുത്തുകൊണ്ടും വിസ എടുത്തത് കൊണ്ടും മാത്രമാവില്ല. അള്ളാഹുവിൻ്റെ ഭയങ്കരമായ തൗഫീഖ്. ഒരു കുലശിതമായ അന്തരീക്ഷത്തിലാണ് നമ്മൾ. അതുകൊണ്ട് അള്ളാഹുവിനോട് കൃത്യമായി എല്ലാ വക്തുകളിലും തഹജ്ജുദിന്റെ സമയങ്ങളിലും ഒക്കെ അവിടെ എത്താൻ വേണ്ടി ദുആ ചെയ്യാൻ നിങ്ങൾ
മാത്രമല്ല നമ്മളൊക്കെ നാട്ടിലേക്ക് തിരിച്ചു വരുന്ന ഒരു സമരം, ഇവിടുന്ന് പോയതുപോലെയുള്ള നമ്മുടെ സ്വഭാവങ്ങൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ ഇബാദത്തുകൾ വലിയൊരു മാറ്റം വന്ന് ഹജ്ജ് മഖ്ബൂലായി വരാൻ വേണ്ടി നിങ്ങളൊക്കെ പ്രത്യേകിച്ച് പ്രയത്നിക്കണം. അല്ലാഹുവിനോട് ദുആ ചെയ്യണം. കാരണം കഅബയിൽ പോയിട്ട് നമ്മുടെ വിഷമങ്ങളും നമ്മൾ നേരായിട്ടില്ലെങ്കിൽ പിന്നെ ലക്ഷങ്ങൾ ചെലവാക്കി ഇവിടെ വന്നാൽ വേറെ എവിടെ പോയാലും നേരാവില്ല. കഅബത്തൊക്കെ പോയി നേരായിട്ടില്ലെങ്കിൽ നീ തിരിച്ചു വന്നിട്ട് വേറെ എവിടെയും പോയാൽ നേരാവോ? നേരാവില്ല. നേരാണ്ട സമയം നമ്മുടെ ഇബാദത്ത് കൊണ്ട് നന്നാകേണ്ടത്, സ്വഭാവം കൊണ്ട് നന്നാകേണ്ടത്, ഇതൊക്കെ പരിശുദ്ധമായ ഭൂമിയിൽ അല്ലാഹുവിനെ മുമ്പിൽ ചെല്ലുക. അപ്പൊ അതിന് ഒരുങ്ങി തയ്യാറായിട്ട് നിങ്ങൾ പോകണം. നിങ്ങളൊക്കെ വലിയ ഭാഗ്യവാന്മാരാണ്. ഒരുപാട് ആളുകൾ ഇപ്രാവശ്യം ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് യാത്ര ഇപ്പോൾ പറയാറുണ്ട്, നേരിട്ട് അറിയുന്ന ആളുകളൊക്കെ ഉണ്ട്. ഒരുപാട് പേര് ഗവൺമെന്റിലുണ്ട്, എൻ്റെ അയൽവാസികളൊക്കെ ഉണ്ട്. അവരോടൊക്കെ ചോദിക്കുമ്പോൾ 1-ാം തീയതി 4-ാം തീയതി എന്നിട്ടായി എന്താ യാതൊരു വാലിതുമ്പില്ലാത്ത ഇടങ്ങാറായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. പ്രൈവറ്റിൽ പോകലാണ് ഏറ്റവും നല്ല സുഖമുള്ള ഒരു കാര്യം. ഞാൻ ഹജ്ജിന് പോയതുകൊണ്ട് പറയല്ല, നിങ്ങൾക്ക് വലിയ ഭാഗ്യവാന്മാരാണ്. കാരണം ഹജ്ജ് നല്ലൊരു ഭാഗ്യം. പൈസ കൊടുത്താൽ 1-2 ലക്ഷം മദ്യം കൊടുത്താൽ നിങ്ങൾക്ക് വലിയ ഭാഗ്യവാന്മാരാണ്. കാരണം ഞാൻ അന്വേഷിച്ച 10-18 ദിവസം നിങ്ങൾ ആ മാരിറ്റ് ഹോട്ടലിന് മുമ്പിലാണ്. നമ്മൾ മുമ്പൊക്കെ മുമ്പ് ആ ഹോട്ടലിൽ പോയി നോക്കും, മടച്ചു ഹജ്ജിന് എടുക്കുന്നത് വേണ്ട ഓഫീക്കൽ വേണം. കാരണം ഒക്കെ ഇവിടെ ബിസ്ക്കറ്റ് 55 കണ്ടുക, 1 മേലെ കൊടുത്താൽ അവിടെ കയറാൻ പറ്റും. വലിയ സ്റ്റാർ ഹോട്ടലിൽ തെരഞ്ഞെടുത്ത് നിങ്ങൾക്ക് എപ്പോഴും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 50 തവാഫ് ചെയ്താൽ വലിയ കൂലിയുള്ള കാര്യം. വെറും തവാഫ് എന്ന് പറഞ്ഞാൽ 7 വട്ടം ചുറ്റുമ്പോഴാണ് തവാഫ്. അത് പറയും, അത് നിങ്ങൾക്ക് മാത്രമേ ഭാഗ്യം ഉണ്ടാവുള്ളൂ. പ്രൈവറ്റിൽ പോകുന്നത്, ഗവൺമെന്റിൽ പോയി കാണാത്ത ദിവസം ഉണ്ടെങ്കിലും പോലെ അസീസിന് നിങ്ങൾക്ക് എത്തിയിട്ട് അത് ചെയ്യാൻ സാധിക്കും. ഇത്ര അടുത്ത നേരം പുറത്ത് നിങ്ങൾക്ക് ഇപ്പോൾ തിരക്കില്ലാത്ത സമയത്ത് നേരത്തെ പോകാൻ പറ്റുന്ന വലിയൊരു ഭാഗ്യമാണ്. ഒന്നും വല്ലാത്തൊരു ഭാഗ്യമാണ്. പ്രൈവറ്റിൽ കിട്ടുന്ന കുറേ ഭാഗ്യങ്ങൾ, ആ ഭാഗ്യങ്ങളെ പറ്റി ആരും സംസാരിക്കില്ല. എപ്പോഴും ഹറാമിൽ പോയിട്ട് ഒരു ഒതുണ്ടാക്കിയാലും പോയാൽ സഹോദരിമാരെ സംബന്ധിച്ച് ഇങ്ങനെയാണ് പോയാൽ മതി, ഇങ്ങനെ ചുറ്റി വരാം. ആണുങ്ങൾക്ക് ഹിറാമിന്റെ വേഷം കെട്ടണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളതൊക്കെ പ്രയത്നിക്കണം. അവിടെ പോയിട്ട് 50 ഓർമ്മ ചെയ്യും. അതുപോലെ 10ഓളം ദിവസത്തോളം മദീനയിൽ ഉണ്ടാവും. അവിടെ പറഞ്ഞ ഇഷ്ടപ്പെടുന്ന എന്നോട് പറഞ്ഞ ഹദീസ് പറയുന്നത് പണ്ട് പറഞ്ഞതാണ്. 5 വക്ത് നിസ്കാരം 8 ദിവസം 40 വക്ത് മദീന പള്ളിയിൽ ജമാഅത്തായി നിസ്കരിച്ചാൽ ഭയങ്കരമായ പ്രതിഫലം. അത് ഈ പ്രൈവറ്റ് ഫോണിൽ കിട്ടും. അപ്പൊ നിങ്ങൾ 10 ദിവസം ഉണ്ടാകുമ്പോൾ 8 ദിവസം സുഖമായിട്ട് ജമാഅത്ത് പങ്കെടുക്കാം, മറ്റൊരു കുറിപ്പില്ല. ചിലപ്പോൾ അതൊക്കെ അടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് ഓടിപ്പോകാനും ഒക്കെ സാധിക്കും. ദൂരെ എവിടെയെങ്കിലും റൂം കിട്ടിയാലും സാധിക്കും. പിന്നെ കല്ലെറിയുമ്പോൾ അതൊരു സുഖം അല്ലാതെ സുഖം. അടുത്താവുമ്പോൾ എങ്ങനെ പോയാൽ കുറച്ച് ദൂരണ്ടാവും, എന്നാൽ അതിൽ വെച്ചേക്കും അടുത്തിട്ടുമ്പോൾ അത് സുഖം തന്നെയാണ്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ഇൻഷാ അല്ലാഹ് പോയി വന്നാലാണ് നിങ്ങൾ കൊടുക്കണ പൈസന്റെ സുഖം അറിയുന്നത്. അല്ലാഹു തആല റാഹത്തായിട്ട് ഹജ്ജും ഉംറയും നിർവഹിക്കാൻ തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് നിങ്ങൾ യാതൊരു ടെൻഷൻ പിടിക്കേണ്ട. പ്രിയപ്പെട്ട ഉസ്മാൻ ഫൈലി, അദ്ദേഹം ആ വിഷയത്തിൽ പ്രഗത്ഭനാണ്. മണ്ണാർക്കാട് താലൂക്കിൽ അദ്ദേഹത്തെ കടത്തി വെട്ടാൻ ഒരാളില്ല. ഞങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ കീഴിലുള്ള ആളുകളാണ്. അദ്ദേഹത്തോടൊപ്പം ഹജ്ജിനും ഉംറയ്ക്ക് ഒരുപോലിച്ച് ഒരു റൂമിൽ താമസിച്ചവരെയാണ്. ഞങ്ങൾക്കറിയാം അദ്ദേഹത്തിന്റെ കഴിവുകളൊക്കെ. അത് ഉപയോഗപ്പെടുത്തും. നിങ്ങൾ ആരോഗ്യം എപ്പോഴും ശ്രദ്ധിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എനിക്കും സ്ഥാപനങ്ങൾക്കൊക്കെ വേണ്ടി നിങ്ങൾ പ്രത്യേക ദുആ ചെയ്യണം. പ്രത്യേകിച്ച് മുസ്ലിം ഉമ്മത്തിന് വേണ്ടി, നമ്മുടെ ഭരണങ്ങളൊക്കെ നിങ്ങൾക്കറിയാം, നമ്മൾ ഇലക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവർക്കും വേണ്ടി നിങ്ങൾ പ്രത്യേക ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك